ഹായ് വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്സിൽ 5th യൂണിറ്റ് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എഫക്റ്റീവായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ BIS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, DBMS, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ERP, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, DSS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ, GDPR, ഇത്തരം കാര്യങ്ങളുടെ ആവശ്യകതയും അത് ഇതിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടുമാണ് ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് നോക്കാം ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ DBMS. DBMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഡിസൈൻ ടു സ്റ്റോർ മാനേജ് ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ. DBMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിനും അത് മാനേജ് ചെയ്യുന്നതിനും അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി ഉള്ളതാണ് DBMS എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുർസ് ദ ഡാറ്റ ഈസ് എ സ്ട്രക്ചേർഡ് കൺസിസ്റ്റൻറ്റ് സെക്യൂർ ആൻഡ് ഈസിലി ആക്സസിബിൾ. ഇത് ഉറപ്പുവരുത്തുകയാണ് ഡാറ്റാസ് കൺസിസ്റ്റൻ്റ് ആണെന്നും സ്ട്രക്ചേർഡ് ആയിട്ടാണെന്നും സെക്യൂർ ആണെന്നുള്ളത്, അതുപോലെ നമുക്ക് ഈസി ആക്സസിബിൾ ആണെന്നുള്ളത് എൻഷുർ ചെയ്യാണ്. ദ പ്രൈമറി കോമ്പോണൻറ്റ്സ് ഓഫ് DBMS ആർ DBMSൻ്റെ കോമ്പോണൻറ്റ്സ്, 2 കോമ്പോണൻറ്റ്സ് ഉണ്ട്, ഡാറ്റാബേസും DBMSും. ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ ടേബിൾ. ഇതൊരു ലോജിക്കലി റിലേറ്റഡ് ഡാറ്റാസ്, കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ആണ്, അതിനെ ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. DBMS എന്ന് പറഞ്ഞാൽ എ സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് മാനേജസ് ഡാറ്റാബേസ് ആൻഡ് പ്രൊവൈഡ് യൂസേഴ്സ് വിത്ത് ആക്സസ് ഓഫ് സ്റ്റോർഡ് ഡാറ്റ. DBMS എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുകയും അത് യൂസേഴ്സിന് ആ ഡാറ്റയിലേക്ക് ആക്സസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് DBMS എന്ന് പറയുന്നത്. എന്നാൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയുടെ കളക്ഷനാണ്. അത് ഒരു ടേബിൾ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. Key properties of DBMS. DBMS has several properties that are essential for managing data effectively. DBMSന് കുറച്ച് സെവറൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിലാണ് ഡാറ്റാസ് എസെൻഷ്യലായിട്ട് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി. പ്രീ ഡിഫൈൻഡ് ആസ്പെക്ട്സ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രീ ഡിഫൈൻഡ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എ കമ്പനി അല്ലെങ്കിൽ കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ സിസ്റ്റം. പിന്നീട് വരുന്നത് ലോജിക്കലി കോഹറൻറ്റ് ഡാറ്റ ഷുഡ് ബി റിലേറ്റഡ് ഓൺ ഓർഗനൈസേഷൻ ഇൻ എ മീനിങ്ഫുൾ വേ. അണ്ടർസ്റ്റാൻഡിങ് സെമാറ്റിക്സ്, ദ മീനിങ് ഓഫ് കോണ്ടെക്സ്റ്റ് ഓഫ് ഡാറ്റ മസ്റ്റ് ബി വെൽ ഡിഫൈൻഡ്. അതുപോലെ പർപ്പസ് ഓറിയൻറ്റഡ് ഡിസൈൻ. A DBMS must be designed for specific task with the identified data source, event and users. DBMS ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്പെസിഫിക് ടാസ്കിനായിരിക്കും വിത്ത് ഐഡൻറ്റിഫൈഡ് ഡാറ്റ സോഴ്സ്, ഇവൻറ്റ് ആൻഡ് യൂസേഴ്സ്. DBMSൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് സ്ട്രക്ചർ ഡെഫിനിഷൻ, ഡിസൈൻ ടു സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റ അഥവാ ടേബിൾ റിലേഷൻഷിപ്പ്, ഡാറ്റ ഓപ്പറേഷൻസ്, കൺസിസ്റ്റൻസി, ആക്സസ് കൺട്രോൾ, ഡാറ്റാബേസ് റിക്കവറി. ഇത്രയൊക്കെയാണ് മേജർ ഫങ്ഷൻസ് ഓഫ് DBMS. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പോയിന്റ് പഠിച്ചാൽ മതി. DBMSൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ഫങ്ഷൻസ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് സ്ട്രക്ചർ ഡെഫിനിഷൻ, ഡാറ്റ ഓപ്പറേഷൻ, കൺസിസ്റ്റൻസി, ആക്സസ് കൺട്രോൾ, ഡാറ്റാബേസ് റിക്കവറി. At the traditional file processing, നമ്മുടെ DBMS വരുന്നതിന് മുമ്പ് ഉണ്ടായ ഒന്നാണ് ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം അഥവാ FPS. DBMS ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒന്നാണ്, ട്രഡീഷണലായിട്ട് യൂസ് ചെയ്ത് വന്നതാണ് ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം FPS. FPSന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഡാറ്റ റിഡൻഡൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി, പുവർ ഡാറ്റ ആക്സസ് മെക്കാനിസം, ഡിഫിക്കൽട്ടി ഇൻ മാനേജിങ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ, ലാക്ക് ഓഫ് കൺകറൻസി കൺട്രോൾ. ഇത്രയും ലിമിറ്റേഷൻസ് FPS ഉണ്ടായിരുന്നതാണ്.
ഡാറ്റയിലെ ഇൻകൺസിസ്റ്റൻസിയും നമുക്ക് പെട്ടെന്ന് ഡാറ്റയിലേക്ക് പോകാൻ ആക്സസും, ഡിഫിക്കൽട്ടി ഇൻ മാനേജിങ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ, ലാർജ് വോളിയം ആയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ലാക്ക് ഓഫ് കൺകറൻസി കൺട്രോൾ, ഇത്തരം ലിമിറ്റേഷൻസ് ഈ FPS ഉണ്ടായി. അപ്പം ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് DBMS വന്നിട്ടുള്ളത്. അത് ഇത്രയും കാര്യങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി DBMS കൊണ്ടുവന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡാറ്റ ഡിക്ഷണറി, എ കാറ്റലോഗ് ടു ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റാബേസ്, സ്റ്റോറേജ് മാനേജ്മെൻറ്റ്, കൺകറൻസി കൺട്രോൾ, മാനേജിങ് simultaneous access to data by multiple users, ഡാറ്റാബേസ് റിക്കവറി. ഇത്രയും ഫങ്ഷൻസ്, ഇത്രയും ഫീച്ചേഴ്സ് ഡാറ്റാബേസ് മാനേജിങ് സിസ്റ്റം FPS വന്നിട്ടുള്ള ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി ഇത്രയും ഫീച്ചേഴ്സ് DBMS കൊണ്ടുവന്നു. ഡാറ്റ ഡിക്ഷണറി, സ്റ്റോറേജ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്നു, കൺകറൻസി കൺട്രോൾ കൊണ്ടുവന്നു, ഡാറ്റാബേസ് റിക്കവറി കൊണ്ടുവന്നു. ഇത് ടെക്സ്റ്റിലുള്ള ഒരു ഡയഗ്രാമാണ്, കാര്യമായിട്ടൊന്നുമില്ല. അടുത്തത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ RDBMS. RDBMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസസ് ദ റിലേഷണൽ മോഡ് വേർ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ ടേബിൾ റിലേഷൻ. ഇത് ഡാറ്റാസ് ഒരു ടേബിളായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. റിലേഷണൽ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റാസുകൾ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒന്നിനാണ് RDBMS എന്ന് പറയുന്നത്. അതിൻ്റെ കീ ടെർമിനോളജി ഓഫ് RDBMS എന്ന് പറഞ്ഞാൽ, റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ഇൻ ദ ഡാറ്റാബേസിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ റോനെയാണ് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിലെ കോളത്തിനെ പറയുന്നു. സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്ലൂ പ്രിൻറ്റ് ഓർ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റാബേസിൻ്റെ ബ്ലൂ പ്രിൻറ്റിനോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനെ പറയുന്നതാണ് സ്കീമ എന്ന്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്നാപ്ഷോട്ട് ഓഫ് ദ ഡാറ്റ അറ്റ് എനി ഗിവൺ പോയിൻ്റ് ഇൻ ടൈം. അതുപോലെ DB അഥവാ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ മാനേജിങ് ദ ഡാറ്റാബേസ്. ഈ ഡാറ്റാബേസ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്, അവരെയാണ് DB അഥവാ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അടുത്ത ഡാറ്റ അബ്സ്ട്രാക്ഷൻ. എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻസ്? ഡാറ്റ അബ്സ്ട്രാക്ഷൻ സിംപ്ലിഫൈസ് കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അലോ ഫോർ ഈസി മാനേജ്മെൻറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ലെവൽസ്. ഈ ഡാറ്റാബേസ് RDMSലുള്ള എന്താണ് കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറിനെ അത് സിംപ്ലിഫൈ ചെയ്യുകയും ഈസി മാനേജ്മെൻറ്റ് കൊണ്ടുവരികയും ചെയ്യുന്ന ഒന്നാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന് 3 ലെവലുണ്ട്: ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, എക്സ്റ്റേണൽ ലെവൽ. ഫിസിക്കൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഓൺ ദ ഹാർഡ്വെയർ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നത് റിലേറ്റഡ് ആണ് ഫിസിക്കൽ ലെവൽ. ലോജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ്, ഏത് തരത്തിലുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അത് റിലേറ്റഡ് ആയിരിക്കുന്നത് ഉള്ളതാണ് ലോജിക്കൽ ലെവൽ. എക്സ്റ്റേണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഹൗ യൂസേഴ്സ് ഇൻട്രാക്ട് വിത്ത് ദ ഡാറ്റ. ഇത്രയും ലെവലുകളാണ് ഇതിനകത്തുള്ളത്. അതിൽ അടുത്തത് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ദ എബിലിറ്റി ടു മേക്ക് ചേഞ്ച് ഐദർ ലോജിക്കലി ഓർ ഫിസിക്കലി സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റാബേസ് വിത്തൗട്ട് റിക്വയറിങ് പ്രോഗ്രാമിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ ഫിസിക്കലിലോ അല്ലെങ്കിൽ ലോജിക്കലിലോ ഡാറ്റാബേസിൻ്റെ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ഒന്നും കൂടാതെ അതിൽ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതിൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് 2 ടൈപ്സ് ഉണ്ട്: ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് അറ്റ് ദ ഫിസിക്കൽ ലെവൽ ഡോണ്ട് എഫക്ട് ദ ലോജിക്കൽ ലെവൽ. ഫിസിക്കൽ ലെവലിൽ മാറ്റങ്ങൾ വരുത്താണ്, ലോജിക്കൽ ലെവലിൽ എഫക്ട് ചെയ്യാതെ. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ് ചേഞ്ച് അറ്റ് ദ ലോജിക്കൽ ലെവൽ ഡോണ്ട് എഫക്ട് ദ എക്സ്റ്റേണൽ ലെവലിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ ലോജിക്കൽ ലെവലിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. അടുത്ത റോൾ ഓഫ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ റോൾ എന്തൊക്കെയാണ്? ഡിസൈനിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ദ കൺസെപ്ച്വൽ സ്കീമ, അതുപോലെ മാനേജിങ് ഫിസിക്കൽ സ്റ്റോർ ഡാറ്റ, എൻഷുർ ദ ഇൻറ്റിഗ്രേറ്റ് ആൻഡ് സെക്യൂർ ഓഫ് ഡാറ്റ, പെർഫോം ബാക്കപ്സ് ആൻഡ് ഡാറ്റ റിക്കവറി, ഒപ്റ്റിമൈസിങ് ഡാറ്റാബേസ് പെർഫോമൻസ്. ഇത്രയും റോളുകളാണ്
ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ എന്ന് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത് സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് അഥവാ SQL. RDBMSലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ്, ഈ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലാംഗ്വേജ് വെച്ചിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് RDBMSൽ. അതിൽ കൊടുത്തിട്ടുണ്ട് ടൈപ്സ് ഓഫ് SQL കമാൻഡ്സ് എന്തൊക്കെയാണ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് അഥവാ DDL ഡിഫൈൻ ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റാബേസ്. അതിൽ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നു. എക്സാമ്പിൾ ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് DML മാനിപ്പുലേറ്റ് ദ ഡാറ്റ. എക്സാമ്പിൾ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഡാറ്റ ക്വയറി ലാംഗ്വേജ് DQL റിട്രീവ് ഡാറ്റ ഫ്രം ഡാറ്റാബേസ്. നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റാസ് റിട്രീവ് ചെയ്യുന്ന എക്സാമ്പിൾ സെലക്ട്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് TCL മാനേജസ് പെർമിഷൻ ആൻഡ് ആക്സസ് കൺട്രോൾ. എക്സാമ്പിൾ ഗ്രാൻറ്റ്, റിവോക്ക്. ട്രാൻസാക്ഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് TCS മാനേജസ് ട്രാൻസാക്ഷൻസ്. എക്സാമ്പിൾ കമ്മിറ്റ്, റോൾ ബാക്ക്. ഇത്രയും അത് ടേബിൾ ഫോമിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് SQLൻ്റെ കമാൻഡ്സ്. SQL കമാൻഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത SQL ഓപ്പറേറ്റേഴ്സ്. ഇതൊക്കെ എക്സാമിന് വരാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല, കാരണം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതൊക്കെ പ്രാക്ടിക്കൽ വരുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിലും പഠിക്കാനുള്ളത് വളരെ കുറവാണ്. അടുത്ത ഡിസിഷൻ സപ്പോർട്ട് DSS. ഡിസിഷൻ സപ്പോർട്ട് DSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് DSS ഇസ് ഡിസൈഡ്, ആക്ട്, റിവ്യൂ. ഇതാണ് ഡിസൈഡ് ചെയ്യുക, ആക്ട് ചെയ്യുക, റിവ്യൂ ചെയ്യുക. അതനുസരിച്ചിട്ട് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ DSS എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്ലിക്കേഷൻ ഡിസൈൻ ടു അസിസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബൈ അനലൈസിങ് ബിസിനസ് ഡാറ്റ. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്ലിക്കേഷൻ. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതിനാണ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക. ബിസിനസ് ഡാറ്റാസ് അനലൈസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്ലിക്കേഷനാണ് DSS എന്ന് പറയുന്നത്. Focusing on providing relevant information that helps manager and decision makers informed data driven decision. ഇവിടെ പറയുന്നത് ഇത് ഫോക്കസ് ചെയ്യുന്നതിനാണ് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക മാനേജേഴ്സിന്, അത് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിന്. അതിലൂടെ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ റോൾ എന്ന് പറയുന്നത്. കീ ഫീച്ചേഴ്സ് ഓഫ് DSS. ടൈപ്പ് ഓഫ് DSS എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS, ഡാറ്റ ഡ്രിവൺ DSS, ഡോക്യുമെൻറ്റ് ഡ്രിവൺ DSS, നോളജ് ഡ്രിവൺ DSS, മോഡൽ ഡ്രിവൺ DSS. ഇതൊക്കെ ജസ്റ്റ് പേര് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോയിട്ടുള്ളൂ. ഇതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞിട്ടില്ല, എന്നാൽ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു പോകാം. കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് കൊളാബറേഷൻ ഓഫ് സപ്പോർട്ട് ഡിസിഷൻസ്. ഡാറ്റ ഡ്രിവൺ DSS എന്ന് പറഞ്ഞാൽ പ്രൈമർലി ഡീലിംഗ് വിത്ത് ലാർജ് വോളിയം ഓഫ് ഡാറ്റ ടു അസിസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. ഡോക്യുമെൻറ്റ് ഡ്രിവൺ DSS എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റിംഗ് ആക്സസ് ടു ഡോക്യുമെൻറ്റ്സ്. അതുപോലെ നോളജ് ഡ്രിവൺ DSS എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ടു സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്. ഇതിൻ്റെ അർത്ഥം ഒന്നും പറയേണ്ട ആവശ്യം തോന്നി, നിങ്ങൾക്ക് വായിക്കുന്നതിന് മനസ്സിലാവും. മോഡൽ ഡ്രിവൺ DSS എന്ന് പറഞ്ഞാൽ യൂസ് മാത്തമെറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ടു അനലൈസ് കോംപ്ലക്സ് ഡാറ്റ, ജനറേറ്റ് ഇൻസൈറ്റ്സ്. മോഡൽ ഡ്രിവൺ DSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും യൂസ് ചെയ്തുകൊണ്ട് കോംപ്ലക്സ് ഡാറ്റ അനലൈസ് ചെയ്യുന്നതാണ്. അതിൻ്റെ കീ ഫങ്ഷൻസ് ഇത്രയൊന്നും ടെക്സ്റ്റിലില്ല, എന്നതിനാൽ പറഞ്ഞു പോവാണ്. ക്രിയേറ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് മോഡൽ, പ്രോസസ്സിംഗ് നോളജ്, ഡൊമൈൻ ഇൻ്റലിജൻസ്, അനലൈസ് റിയൽ വേൾഡ് സിറ്റുവേഷൻസ്, പ്രൊവൈഡിങ് ആക്ഷനബിൾ ഇൻസൈറ്റ്. അതുപോലെ ചലഞ്ചസ്, നമ്മുടെ ഡിസിഷൻ മേക്കേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഓവർലോഡ് ആൻഡ് ഡാറ്റ ഡിസോർഷൻസ് മേക്ക് ഡിസിഷൻ മേക്കിംഗ് കോംപ്ലക്സ്. ഓവർലോഡായിട്ടുള്ള ഡാറ്റാസും കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. DSS എയിംസ് ടു റെഡ്യൂസ് ദിസ് ചലഞ്ചസ് ബൈ പ്രസൻറ്റിംഗ് ഡാറ്റ ഇൻ മോർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് സ്ട്രക്ചർ ഫോർമാറ്റ്. ഈ ഒരു ചലഞ്ചസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി DSS എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡബിൾ വേയിലൂടെ ഡാറ്റ പ്രസൻറ്റ് ചെയ്യാണ്, ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ ഇത് പ്രസൻറ്റ് ചെയ്യാണ്. DSSന് സപ്പോർട്ട് ടൂളാണ് DSS ജനറേറ്റർ. DSSന് സപ്പോർട്ട് ചെയ്യുന്ന ടൂളാണ് DSS ജനറേറ്റർ എന്ന് പറയുന്നത്.
DSS generator എന്ന് പറയുന്നത് is a special package of hardware and software that has functionalities to quickly and easily build modalities of DSS. ഇത് പറയുന്നത് ഒരു പാക്കേജ് ഓഫ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിൻ്റെ ഹാർഡ്വെയറിൻ്റെ ഒരു പാക്കേജാണ് DSS ജനറേറ്റർ എന്ന് പറയുന്നത്. അത് എന്താണ് DSSനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് DSS ജനറേറ്റർ എന്ന് പറയുന്നത്. DSSൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് മാനേജേഴ്സ്, സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, DSS ഫെസിലിറ്റേറ്റർ, ഇവരൊക്കെയാണ് ഇതിൻ്റെ DSS ഉപയോഗപ്പെടുത്തുന്നവർ. ഫങ്ഷൻസ് പാർട്ട് പോയിട്ടുണ്ട്, സോറി. ടെക്സ്റ്റിൽ കുറച്ചുകൂടെ പോയിൻറ്റ്സ് ഉണ്ട്. ഇതിൽ കുറച്ച് ഷോർട്ട് ചെയ്തിലൂടെ പറഞ്ഞിട്ടാണുള്ളത്. ക്രിയേറ്റ് ഇൻഫർമേഷൻ ആൻഡ് മോഡൽസ്, പ്രോസസ്സിംഗ് നോളജ് ഫോർ ഡൊമൈൻ ആൻഡ് ഇൻ്റലിജൻസ്, അനലൈസ് റിയൽ വേൾഡ് സിറ്റുവേഷൻ, പ്രൊവൈഡ് ആക്ഷനബിൾ ഇൻസൈറ്റ്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ദ മേജർ ഫങ്ഷണാലിറ്റി ഓഫ് DSS എന്തൊക്കെയാണ്? പ്രൊവൈഡിങ് സപ്പോർട്ട് മാനേജേഴ്സ്, ഇങ്ങനെയും പഠിക്കാം. പ്രൊവൈഡ് സപ്പോർട്ട് ടു മാനേജേഴ്സ്, ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. അതുപോലെ controlling and managing the decision making process, supports individual group interdependent decisions, adaptive and user friendly interfaces, support of decision making, structured semi structured situations. ഇതിൽ കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ മതിയാവും. അടുത്തത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ERP അഥവാ ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ERP എന്ന് പറയുന്നത് is a planning system which evolved from material resource planning അഥവാ MRP2ൻ്റെ ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ് സിസ്റ്റമാണ് ERP എന്ന് പറയുന്നത്. which aims to providing integration of information between customer, vendor, manufacturer using network such as LAN, WAN, ഇൻ്റർനെറ്റ് എന്നിവ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിന്, വെൻഡറിന്, മാനുഫാക്ചർക്കൊക്കെ നൽകുന്ന ഒന്നാണ് ERP എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ ഡെഫിനിഷൻ MRP2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് ലിമിറ്റേഷൻ സച്ച് ആസ് ഇൻഎഫക്റ്റീവ് ഇൻ്റഗ്രേഷൻ അക്രോസ് ഫങ്ഷൻ ഏരിയാസ് ആൻഡ് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഫോർ സ്പെസിഫിക് ഫങ്ഷൻസ്. ഇത്രയും MRP2ന് ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ്? ഇൻഎഫക്റ്റീവ് ഇൻ്റഗ്രേഷൻസ്, അതുപോലെ അക്രോസ് ഫങ്ഷണൽ ഏരിയാസ് ആൻഡ് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഫോർ സ്പെസിഫിക് ഫങ്ഷൻസ്. ഈ ലിമിറ്റേഷൻസൊക്കെ ഈ MRP2-നുണ്ട്. അപ്പം ERP എന്ന് പറയുന്നത് ഈസ് എ ഡിസൈൻ ടു ഓവർകം ദീസ് ഇഷ്യൂസ്. MRP2-ലുള്ള ഈ ഇഷ്യൂസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റഡ് ആയിട്ടുള്ളതാണ്, ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ERP. ഇതിലൂടെ മോർ ഇൻറ്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ബിസിനസ് മാനേജ്മെൻറ്റ് കവറിങ് വാരിയസ് ഡൊമൈൻസ് സച്ച് ആസ് ഇൻവെൻട്രി, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഈ MRP2-ലുള്ള എല്ലാ ലിമിറ്റേഷൻസും ERP ഓവർകം ചെയ്തുകൊണ്ട് എന്താണ് മോർ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ഇൻഫർമേഷൻസ്, അതുപോലെ ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ബിസിനസ്സിലേക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള അപ്രോച്ച് ചെയ്യുന്നു. ബിസിനസ് മാനേജ്മെൻറ്റിൽ കവറിങ് വാരിയസ് ഡൊമൈൻ, പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇൻവെൻട്രി, പ്രൊക്യൂർമെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സസ്, ഇത്രയും കാര്യങ്ങൾ ERP കവർ ചെയ്യുന്നുണ്ട്. ERPയുടെ ക്യാരക്ടറിസ്റ്റിക്സ്: streamline process, demand and supply forecasting, covers business functions like finance, HR, procurement and logistics. ഇത്രയും കാര്യങ്ങൾ ബിസിനസ് ഫങ്ഷൻസിൻ്റെ ഇത്രയും കാര്യങ്ങൾ ERP കവർ ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ബിസിനസ് ടു ബിക്കം മോർ എഫിഷ്യൻറ്റ് ബൈ റെഡ്യൂസിങ് മാനുവൽ എറേഴ്സ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കുന്നു. ആൻഡ് പേഴ്സണൽ ബയസ് ഇല്ലാതാക്കുന്നു. ടെസ്റ്റിംഗ് ഓവർ ഹെഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ERPയുടെ ഒരു എന്താണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റിയാലിറ്റിയിലുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാപ്പ് ആയിട്ടുള്ള നമ്മൾ അക്കൗണ്ടിങ്ങിനൊക്കെ ചെയ്യുന്ന ഫിനാൻസ്, നമ്മളെ ഒരു സ്ഥാപനത്തിലല്ല എന്താണ് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയറാണ് സാപ്പാണ് ERPയുടെ ഒരു എക്സാമ്പിൾ. നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ വേണമെങ്കിൽ ജസ്റ്റ് ERPയുടെ റിയൽ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും.
അതിനുള്ളൊരു എക്സാമ്പിളാണ് സാപ്പ് സോഫ്റ്റ്വെയർ. ERP ബേസ്ഡ് ഓൺ MRP2 ഫങ്ഷനാലിറ്റി. ERP എന്ന് പറയുന്നത് MRP2ൻ്റെ ഫങ്ഷനാലിറ്റിക്ക് ബേസ് ചെയ്തിട്ടുള്ളതാണ് ERP എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് OLAP വേഴ്സസ് OLTP. OLAP എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അനലിറ്റിക് പ്രോസസ്സിംഗ്, OLTP എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. ആർ ടു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ എ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിൻ്റെ ട്രാൻസാക്ഷൻ കോംപ്ലക്സ് ക്വയറീസ് ലോങ്ങർ ഡ്യൂറേഷൻ. OLAP എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വയറീസും ലോങ്ങർ ഡ്യൂറേഷൻ ഉള്ളതാണ്. OLTP എന്ന് പറഞ്ഞാൽ ഷോർട്ട് സിമ്പിൾ ട്രാൻസാക്ഷൻസ്. ഡാറ്റ ആക്സസ്, സീക്വൻഷ്യൽ ആക്സസ് ആൻഡ് അപ്ഡേറ്റ്, റാൻഡം ആക്സസ് ആൻഡ് അപ്ഡേറ്റ്. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ OLAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. OLTP എന്ന് പറഞ്ഞാൽ ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതൊക്കെയാണ് OLTP എക്സാമ്പിൾ. OLAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസേഴ്സ് ഡാറ്റ അനലിസ്റ്റിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു ഓർഗനൈസേഷൻ റിക്വസ്റ്റ് ചെയ്യാണ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ജൂണിലുള്ള അല്ലെങ്കിൽ മാർച്ചിലുള്ള പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഡിസ്പ്ലേ ഒരു സ്പ്രെഡ്ഷീറ്റിലായിട്ട് ഒരു സ്പ്രെഡ്ഷീറ്റ് ഫോമിൽ തരാൻ വേണ്ടി ഡാറ്റ അനലിസ്റ്റിനോട് പറയുന്നത്. അതാണ് OLAPയുടെ എക്സാമ്പിൾ. OLTP എന്ന് പറഞ്ഞാൽ ATM മെഷീൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇതൊക്കെയാണ്. OLAP is used to analyze large database and generating reports in a business intelligence applications. ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. OLAP എന്ന് പറഞ്ഞാൽ ലാർജ് ആയിട്ടുള്ള ഡാറ്റാബേസിലുള്ള ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട്സ് ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു മാസത്തെ സെയിൽസ് റിവ്യൂ ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഡാറ്റ അനലിസ്റ്റ്. അതുപോലെ OLTP എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ട്രാൻസാക്ഷൻ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് റെക്കോർഡ് ഡെയിലി ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ യൂസ്ഡ് ERP സിസ്റ്റം. ERP സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ബിസിനസ്സിൽ നടക്കുന്ന ഡെയിലി ട്രാൻസാക്ഷൻസ് ATM മെഷീൻ അതിൽ വരും, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അടുത്തത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ MIS. MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് അറ്റ് ദ മാനേജറിയൽ ലെവൽ. ലെവലിൽ ഡിസിഷൻ മേക്കിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നൊരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് MIS എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബ്രോഡ് മാനേജ്മെൻറ്റ് സപ്പോർട്ട് സിസ്റ്റം കാറ്റഗറി ബട്ട് ഇറ്റ് ഡിഫേഴ്സ് സിഗ്നിഫിക്കൻ്റ്ലി ഫ്രം ഡിസിഷൻ സപ്പോർട്ട്. DDS നിന്ന് വ്യത്യസ്തമാണ് MIS എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. കീ ഡിഫറൻസ് ഓഫ് MIS ആൻഡ് DSS. MIS എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ലെവൽ ലോവർ ലെവൽ ഡിസിഷൻസ് ആണ്. DSS എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആണ്. MIS റിപ്പോർട്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ആണ്. DSS എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്, ചോയ്സ് ആൻഡ് ദെയർ അനലൈസിസ്, ഓപ്പറേഷണൽ എഫിഷ്യൻസി, എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, ലാർജ് വോളിയം ട്രാൻസാക്ഷൻ ഡാറ്റ, ലോ വോളിയം ഫിൽറ്റേർഡ് ഡാറ്റ, സമ്മറി റിപ്പോർട്ട്സ്, ഡിസിഷൻ അനലൈസിസ്. ഫോർ എക്സാമ്പിൾ ഇതിന് കുറച്ച് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് പീപ്പിൾ, ടെക്നോളജി, ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻ എമംഗ് ദം. ഇതൊരു സ്റ്റഡിയാണ്. എന്തെന്നാണ് ഒന്നെങ്കിൽ പീപ്പിൾസിനെ, ടെക്നോളജി, ഓർഗനൈസേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എമംഗ് ദം, അതിനിടയിലുള്ള റിലേഷൻഷിപ്പ്, ഇതിനൊക്കെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് MIS എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ജനറേറ്റ് എ മന്ത്ലി സെയിൽ റിപ്പോർട്ട്. ഒരു മന്ത്ലി സെയിൽ റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ് വിത്ത് വിഷ്വലൈസേഷൻ ഓഫ് റീജിയണൽ സെയിൽ ആൻഡ് പെർഫോമൻസ്. MISൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മന്ത്ലി സെയിൽ റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്, അതിനാവശ്യമായിട്ടുള്ള വിഷ്വലൈസേഷൻ നൽകിക്കൊണ്ട് ഒരു സെയിൽ പെർഫോമൻസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതാണ് അതിന് ഒരു എക്സാമ്പിൾ. എന്തിൻ്റെ? MISൻ്റെ അഥവാ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ജനറേഷൻ, പ്രൊവൈഡ് മാനേജേഴ്സ് വിത്ത് പീരിയോഡിക് ഓർ അഡ്ഹോക്ക് റിപ്പോർട്ട്, മോണിറ്റർ ബിസിനസ് പെർഫോമൻസിന് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഹെൽപ്പ് ഐഡൻറ്റിഫൈങ് പ്രോബ്ലം ആൻഡ് പ്രൊവൈഡ് സൊല്യൂഷൻ ത്രൂ സ്ട്രക്ചേർഡ് റിപ്പോർട്ടിംഗ്. പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സ്ട്രക്ചേർഡ് റിപ്പോർട്ട് വഴി അതിൻ്റെ സൊല്യൂഷൻ നൽകുകയും ചെയ്യുന്നു. ലിമിറ്റേഷൻസ് വൈൽ MIS യൂസ്ഫുൾ ടു ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഇറ്റ് ലാക്സ് എ ഫ്ലെക്സിബിലിറ്റി ടു ഹാൻഡിൽ കോംപ്ലക്സ് അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് സിനാരിയോസ് ലൈക്ക് DSS. ലിമിറ്റേഷൻസ് ഉണ്ട്. കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല.
അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് സിനാരിയോസ് ലൈക്ക് TSSS. അതുപോലെ റിപ്പോർട്ട്സ് ജനറേഷൻ, പ്രൊവൈഡ് മാനേജേഴ്സ് വിത്ത് പീരിയോഡിക് ഓർ ആഡ് ഹോക്ക് റിപ്പോർട്ട്സ്. പീരിയോഡിക് ഓർ ആഡ് ഹോക്ക് ആയിട്ടുള്ള റിപ്പോർട്ട്സുകൾ മാനേജേഴ്സിന് ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട്സ് നൽകുന്നു. ഇത്രയൊക്കെയാണ് ഈ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അടുത്ത ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. പിന്നെ ഇതൊരു ഫോക്കസ് ചെയ്യുന്നത് സ്ട്രിക്റ്റ് ഡാറ്റ പ്രൊട്ടക്ഷൻ, നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ഷനും അതുപോലെ പ്രൈവസി പ്രൊട്ടക്ഷനും അതുപോലെ പ്രൈവസി റൂൾസും ടു സേഫ് ഗാർഡ് പേഴ്സണൽ ഇൻഫർമേഷൻ. ഒന്നുമില്ല, ഇവിടെ നമ്മുടെ ഡാറ്റയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുകയും അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൈവസി റൂൾസ് കൊണ്ടുവരികയാണ്. ഇതിനാണ് പേഴ്സണൽ ഇൻഫർമേഷൻസ് സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതാണ് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ അഥവാ GDPR എന്ന് പറയുന്നത്. അത് എങ്ങനെ വന്നതെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കീ പോയിന്റ്സ് ഓഫ് GDPR എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡാറ്റ റീഡിഫൈൻഡ്, ഇൻക്ലൂഡ് ബയോമെട്രിക്, ജനറ്റിക്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഐഡൻറ്റിറ്റി ഡാറ്റ, അഡീഷണൽ ട്രഡീഷണൽ P2. ഇവിടെ എന്തൊക്കെയുണ്ട്? പേഴ്സണൽ ഡാറ്റ റീഡിഫൈൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ബയോമെട്രിക്സ് ആയിട്ടുള്ള ഉണ്ടാകും. അതുപോലെ ജനറ്റിക് ബയോമെട്രിക് ഉണ്ടാവും, എക്കണോമിക്കൽ ഉണ്ടാവും, സോഷ്യൽ ഐഡൻറ്റിറ്റി ഉണ്ടാവും. ഡാറ്റ ഒരു വ്യക്തിയുടെ ബയോമെട്രിക് ജനറ്റിക് കാര്യങ്ങളായിട്ടുള്ള നമ്മൾ കൊമേഴ്സിൽ പഠിച്ചിട്ടുണ്ടെന്നോ നമ്മൾ സൈബർ ത്രെഡ്സിൽ ഫിംഗർ പ്രിൻറ്റ് അങ്ങനത്തെ ഒക്കെ പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഇൻക്ലൂഡ് ബയോമെട്രിക്, ജനറ്റിക്, എക്കണോമിക് ഒക്കെ പറയുന്നത്. പേഴ്സൺ ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷൻസ്, ഒരു പേഴ്സൻ്റെ ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, സച്ച് ആസ് നെയിം ആൻഡ് അഡ്രസ്സ്. അതുപോലെ തന്നെ ഒരു പേഴ്സൻ്റെ ബയോമെട്രിക്കും ജനറ്റിക്കുമായിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുക, ഒന്നെങ്കിൽ ഐറിസ് ചെക്കിങ് അങ്ങനത്തെ ഒക്കെ വരുന്നതാണിതിൽ. റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. GDPR empowers individual with rights such as right to access, right to be forgotten. Individual can request access to their personal data held by organizations. ഇൻഡിവിജ്വൽസിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്? അവർക്ക് അവരുടെ ഡാറ്റാസ് ഓർഗനൈസേഷൻ്റെ കയ്യിലുള്ള അവരുടെ ഡാറ്റാസിലേക്ക് ആക്സസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാം. റൈറ്റ് ടു ബി ഫോർഗട്ടൻ. ഇൻഡിവിജ്വൽ ക്യാൻ റിക്വസ്റ്റ് ദ ഡിലീഷൻ ഓഫ് ദെയർ ഡാറ്റ അണ്ടർ സർട്ടൻ കണ്ടീഷൻ. ചില കണ്ടീഷൻ്റെ അണ്ടറിൽ അവരുടെ ഡാറ്റാസ് ഡിലീറ്റ് ചെയ്യാൻ, അത് ഒഴിവാക്കുവാനും റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡാറ്റ കൺട്രോൾസ് ആൻഡ് പ്രോസസ്സേഴ്സ് ബോത്ത് ആർ റെസ്പോൺസിബിൾ ഫോർ ദ എൻഷുറിംഗ് പ്രൈവസി പ്രൊട്ടക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് പേഴ്സണൽ ഡാറ്റ appropriately. Major difference between GDPR and previous data protection directives അഥവാ DPD. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബ്രോഡ് സ്കോപ്പ്. GDPR ഇൻക്ലൂഡ് അഡീഷണൽ കാറ്റഗറീസ് ഓഫ് പേഴ്സണൽ ഡാറ്റ. GDPRൽ കുറച്ചുകൂടെ അഡീഷണൽ പേഴ്സണൽ ഡാറ്റാസ് ഉണ്ട്, ജനറ്റിക് ഉണ്ട്, ബയോമെട്രിക് ഡാറ്റാസ് ഉണ്ട്. ഒരു വ്യക്തിയുടെ ജനറ്റിക് ആയിട്ടുള്ളതും ബയോമെട്രിക് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട് GDPRൽ. എന്നാൽ stronger enforcement. GDPR and enforce more stringent compliance and security measures with penalties for non-compliance. ഇതിന് പിഴകളൊക്കെ ചുമത്തുന്നുണ്ട് GDPR. കറക്റ്റായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള. പ്രൈവസി ബൈ ഡിസൈൻ. എൻകറേജ് ബിസിനസ് ടു അഡോപ്റ്റ് പ്രൈവസി മെഷേഴ്സ് ഡ്യൂറിങ് ദ ഡിസൈൻ ഫേസ് ഓഫ് ദ ഡാറ്റ പ്രോസസ് സിസ്റ്റം. ഇവിടെ GDPR ഈസ് ഫോക്കസിങ് ഓൺ ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. GDPR ഫോക്കസ് ചെയ്യുന്ന ഡാറ്റ സെക്യൂരിറ്റി ട്രാൻസ്പെറൻസിയാണ്. എൻഷുറിങ് ദ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഡാറ്റ ഹാൻഡിൽ വിത്ത് ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ. ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ഡാറ്റാസ് നല്ല ഹയസ്റ്റ് ലെവൽ ഓഫ് കെയറിൽ അത് കൈകാര്യം ചെയ്യുന്ന ഉറപ്പ് വരുത്തുന്നു. ദ ബിസിനസ് റിമൈൻ കംപ്ലൈൻറ്റ് വിത്ത് റെഗുലറി സ്റ്റാൻഡേർഡ്സ്. ബിസിനസ് റെഗുലറി സ്റ്റാൻഡ്സിൽ റിമൈൻ കംപ്ലൈൻ്റ് ആയിരിക്കും. ഇപ്പം GDPR മൊത്തത്തിൽ ഇതാണ് ഡാറ്റ സെക്യൂരിറ്റി, പ്രൈവസി റെഗുലേഷൻസും പ്രൈവസി കൺട്രോളും അതുപോലെ ഡാറ്റ സെക്യൂരിറ്റിയാണ് ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ GDPR എൻഷുർസ് ദാറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ഡാറ്റ ആൻഡ് എംപവർ ഇൻഡിവിജ്വൽ വിത്ത് കൺട്രോൾ ഓവർ ദെയർ ഓൺ ഡാറ്റ പ്രൈവസി.
നമ്മൾ ഇതുവരെ പറഞ്ഞു പോയ ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സമ്മറിയാണ് DSS എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ഡിസിഷൻ മേക്കേഴ്സ് അനലൈസ് കോംപ്ലക്സ് ഡാറ്റ ടു മേക്ക് ഇൻഫോം ഡിസിഷൻസ്. DSS എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാസ് അനലൈസ് ചെയ്യാനും മേക്കേഴ്സിന് അത് അനലൈസ് ചെയ്യാനും അതനുസരിച്ചിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അത് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നു. ERP എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് വേരിയസ് ബിസിനസ് ഫങ്ഷൻസ് ടു ഒപ്റ്റിമൈസ് ഓവറോൾ എഫിഷ്യൻസി. പലതരത്തിലുള്ള ബിസിനസ് ഫങ്ഷൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഓവറോൾ എഫിഷ്യൻസി ഉറപ്പുവരുത്തുന്നു. അതുപോലെ MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് മാനേജർ ഡിസിഷൻ മേക്കിംഗ് ത്രൂ റിപ്പോർട്ട്സിലൂടെ മാനേജർ ഡിസിഷൻസ് നടത്തുന്നതിനും അതുപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയും മാനേജർ ഡിസിഷൻ സപ്പോർട്ട് ചെയ്യുന്നു ഇതിലൂടെ റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ. GDPR എന്ന് പറഞ്ഞാൽ എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ഡാറ്റ ആൻഡ് എംപവേഴ്സ് ഇൻഡിവിജ്വൽ വിത്ത് കൺട്രോൾ ഓവർ ദ ഓൺ ഡാറ്റ പ്രൈവസി. ഇത് ഉറപ്പുവരുത്തുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ഡാറ്റ ആൻഡ് ഇൻഡിവിജ്വൽസിനെ എംപവർ ചെയ്യാണ് ടു വിത്ത് കൺട്രോൾ ഓവർ ദിയർ ഓൺ ഡാറ്റ പ്രൈവസി. ഇത്രയും കാര്യങ്ങൾ കളക്റ്റീവ്ലി പ്ലേ ക്രിട്ടിക്കൽ റോൾ ഇൻ ദ എൻഹാൻസിങ് ബിസിനസ് പ്രോസസ്സ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇത് കളക്റ്റീവ്ലി ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഈ ബിസിനസ്സിൻ്റെ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യാണ്, ഇംപ്രൂവിങ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എൻഷുറിങ് ഡാറ്റ പ്രൈവസി ഇൻ ടുഡേയ്സ് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ്. ഇത്രയും സിസ്റ്റംസ് ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ പ്രോസസ്സുകളെ മെച്ചപ്പെടുത്തുകയും ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യുകയും അവരുടെ ഡാറ്റ പ്രൈവസി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.